ഹായ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. കഴിഞ്ഞ ക്ലാസ് ആർക്കെങ്കിലുമൊക്കെ കുറേയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിക്കുവാൻ സാധിച്ചോ? ഏതായാലും നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. ആ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയുകയാണ്. നമ്മുടെ ഇപ്പോഴെടുക്കുന്ന ആ ക്ലാസ്സിൽ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റം അങ്ങോട്ടോ ഇങ്ങോട്ടോ വരുത്തിയാൽ അല്പം കൂടി ഉപകാരപ്രദമാകും എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുവാൻ മറക്കരുത് കേട്ടോ. നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാം. കാരണം പലർക്കും പല രീതിയിലായിരിക്കും മനസ്സിലാകുന്നത്. അത് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് മാക്സിമം അതേ രീതിയിൽ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കാം. ഏതെങ്കിലും കുറേയധികം പേർക്ക് ഇത് ഉപകാരപ്രദമാകുന്നുണ്ട് എന്ന് അറിയിച്ചതിൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതിന് പ്രകാരം സംസാരിക്കുവാൻ പഠിക്കണമെങ്കിൽ നമ്മൾ സംസാരിച്ച് പഠിക്കണം, അല്ലേ? അതുകൊണ്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുവാൻ മാത്രമല്ല, ഉത്തരങ്ങൾ പറയുവാനും കൂടി നമ്മൾ പഠിക്കുക. അതേ രീതിയിൽ തിരിച്ചും. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അതിലേക്ക് കിടക്കാം. ചോദ്യങ്ങൾ ചോദിക്കുവാനും ഉത്തരങ്ങൾ പറയുവാനും ഉപകാരപ്രദമാകുന്ന ഒരു ക്ലാസ് ആവട്ടെ ഇന്നത്തേത്. ഓക്കെ, കമോൺ. ഓക്കെ, കമോൺ, ലുക്ക് അറ്റ് ദി ബോർഡ്. ലിറ്റിൽ മോർ എന്ന് പറഞ്ഞാൽ അതിന് ലിറ്റിൽ മോറിന്റെ അതേ മീനിങ് ആണ് സം മോർ എന്ന് പറഞ്ഞാൽ. ലിറ്റിൽ മോർ അല്ലെങ്കിൽ സം മോർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ പേ ബാക്ക് എന്ന ആ വാക്കിന്റെ അതേ മീനിങ് ആണ് റീപേ എന്ന് പറഞ്ഞാൽ തിരികെ കൊടുക്കുക. എന്തെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് നമ്മൾ തിരികെ കൊടുക്കുക. അതിനാണ് റീപേ അല്ലെങ്കിൽ പേ ബാക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കെയിം ടു നോ എന്ന വാക്കിന്റെ അർത്ഥം നോ എന്ന വാക്കിന്റെ പാസ്റ്റ് ഫോം എന്നോടല്ലോ ന്യൂ എന്ന് പറഞ്ഞാൽ കെയിം ടു നോ എന്ന് പറഞ്ഞാൽ ന്യൂ എന്നാണ് അതിന്റെ പറയുന്നതിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ്. അതായത് അറിയാനിടയായി അല്ലെങ്കിൽ അറിഞ്ഞു എന്ന് പറയുന്നതിന് വേണ്ടിയാണ് കെയിം ടു നോ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഹൗ ഡിഡ് യു നോ അബൌട്ട് ഹിം എന്ന് ചോദിക്കുകയാണ് ഒരാള്. ഹൗ ഡിഡ് യു നോ അബൌട്ട് ഹിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അവനെ കുറിച്ച് അറിഞ്ഞത്. ഹിം മാറി ഹെർ ആണെങ്കിൽ അവളെ കുറിച്ച് അറിഞ്ഞത്, ദം ആണെങ്കിൽ അവരെ കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ നമുക്ക് മാറ്റി മാറ്റി ഓരോരുത്തരും ചോദിക്കുന്നതിനനുസരിച്ച് പറയാം കേട്ടോ. ഹൗ ഡിഡ് യു നോ അബൌട്ട് ഹിം, നിങ്ങൾ എങ്ങനെയാണ് അവനെ കുറിച്ച് അല്ലെങ്കിൽ അവളെ കുറിച്ച് അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതിന് എന്താണ് നമ്മൾ ആൻസർ പറയേണ്ടത്? നമ്മൾ എങ്ങനെയാണ് അവരെ കുറിച്ച് അറിഞ്ഞത് എന്നുള്ള, അവനെ കുറിച്ചല്ലേ അവളെ കുറിച്ച് അറിഞ്ഞത് എങ്ങനെയാണ് എന്നതിന്റെ ആൻസർ നമ്മൾ പറയണം, ഇല്ലേ? ഹൗ ഡിഡ് യു നോ അബൌട്ട് ഹിം, നിങ്ങൾ എങ്ങനെയാണ് അവനെ കുറിച്ച് അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പറയുന്നത് ഐ കെയിം ടു നോ അബൌട്ട് ഹിം, അവനെ കുറിച്ച് ഞാൻ അറിഞ്ഞത് ഫ്രം വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, എന്റെ കൂട്ടുകാരിൽ ഒരാൾ. വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, എന്റെ കൂട്ടുകാരിൽ ഒരാളിൽ നിന്ന് ആണ് ഞാൻ അവനെ കുറിച്ച് അറിഞ്ഞത്. ഐ കെയിം ടു നോ അബൌട്ട് ഹിം ഫ്രം വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, എന്റെ കൂട്ടുകാരൊരാളിൽ നിന്ന് ഞാൻ അവനെ കുറിച്ച് അറിയാനിടയായി, ഇല്ല അറിഞ്ഞു എന്ന് പറയുന്നു. അതുപോലെ തന്നെ when did you get home, ഇതൊക്കെ നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളായതുകൊണ്ടാണ്. when did you get home, നിങ്ങൾ എപ്പോഴാണ് വീട്ടിൽ ചെന്നത്, അല്ലെ വീട്ടിലെത്തിയത്, നിങ്ങൾ എപ്പോഴാണ് വീട്ടിലെത്തിയത്. ഇതിന്റെ ആൻസർ നമ്മൾ എങ്ങനെ പറയും? നിങ്ങൾ എപ്പോഴാണ് വീട്ടിലെത്തിയത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വീട്ടിലെത്തിയ സമയം പറയണം, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് എത്തിയതെന്ന് എന്ന് പറയണം. അതിന്റെ ആൻസർ ഇപ്പൊ ഇതാ നോക്കൂ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ആ ക്വസ്റ്റ്യൻ ആ ഒരു വാക്ക് ഉപയോഗിച്ചാണ്. ഗോ ടു ഹോം, അല്ലേ? എന്ന് പറഞ്ഞാല് വീട്ടിലെത്തുക എന്ന്. ഗെറ്റ് ഹോം എന്ന് പറഞ്ഞ എത്തുക, ഗോ ടു ഹോം എന്ന് പറഞ്ഞ വീട്ടിലെത്തി എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അത് ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഐ ഗോട്ട് ഹോം വെരി ലേറ്റ്, ഞാൻ വളരെ താമസിച്ചാണ് വീട്ടിലെത്തിയത്. When did you reach home എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ആൻസർ ആണ് ഞാൻ വളരെ താമസിച്ചാണ് വീട്ടിലെത്തിയത്. അന്നേരം ഡിഡ് യു സീ ഹിം യെസ്റ്റർഡേ, ഇന്നലെ താമസിച്ചാണ് നീ വീട്ടിലെത്തിയത്. അന്നേരം നീ അവനെ കണ്ടോ ഇന്നലെ നീ അവനെ കണ്ടോ എന്ന് ചോദിക്കുന്നു. അന്നേരം അതിന്റെ ആൻസർ നമുക്ക് പല രീതിയിൽ പറയാം.
നമുക്ക് പോസിറ്റീവ് ആൻസറോ നെഗറ്റീവ് ആൻസറോ കൊടുക്കാം. നോ ഡിഡ് ചേർത്തിരിക്കുന്നതുകൊണ്ട് ജസ്റ്റ് നോ പറഞ്ഞു നിർത്താം അല്ലേ. നോ അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആൻസർ പറയണേ. നോ ഐ ഡിഡിന്റ് സീ ഹിം യെസ്റ്റർഡേ, അല്ലെങ്കിൽ യെസ് ഐ സോ ഹിം യെസ്റ്റർഡേ. ഇതെങ്ങനെയായാലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആൻസർ പറയാം. അത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. യെസ് ഓർ നോ, ദാറ്റ് ഈസ് ഇനഫ്. ദെൻ ഡിഡ് യു സീ ഹിം യെസ്റ്റർഡേ എന്ന് ചോദിക്കുമ്പോൾ എന്നിട്ട് അടുത്ത് നമുക്ക് വന്നേക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഡ് ഹി സേ ഹി വുഡ് കം എന്ന് പറഞ്ഞാല് അവൻ വരുമെന്നാണോ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ വരുമെന്നാണോ പറഞ്ഞത്. ഇത് നമ്മൾ ഈ വുഡ് ചേർത്തിരിക്കുന്നത്, ഈ വുഡ് ചേർത്തിരിക്കുന്നത് കൊണ്ട് ഇത് വില്ലിന്റെ പാസ്റ്റ് വുഡ്. അന്നേരം ഡിഡ് ഹി സേ ഹി വുഡ് കം, അവൻ വരും എന്നാണോ പറഞ്ഞത്. അതാണ് ഈ ഇതിന്റെ അകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇത് മനസ്സിലാക്കുക. ഹി വുഡ് കം, വരുമെന്നാണോ പറഞ്ഞത്. ഡിഡ് ഹി സേ, അവൻ പറഞ്ഞത് വരുമെന്നാണോ എന്ന്. അന്നേരം അതുപോലെ തന്നെ നമുക്ക് തിരിച്ച് ഇതിനും ആൻസർ നമുക്ക് യെസ് ഓർ നോയെ പറയാം അല്ലേ. യെസ് ഓർ നോ. അല്ല നമ്മൾ കണ്ടില്ലെങ്കിലോ എന്താ നമുക്ക് ആൻസർ പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അടുത്തത് ഇതാ, വാട്ട് ടൈം ഡിഡ് ഹി സേ ഹി വുഡ് കം, അവൻ ഏത് സമയത്ത് വരുമെന്നാണ് പറഞ്ഞത്. ഇവൻ ഏത് സമയത്ത്, നീ അവനെ കണ്ടോ, അവൻ വരുമെന്നാണോ പറഞ്ഞത്, അവൻ ഏത് സമയത്ത് വരുമെന്നാണ് പറഞ്ഞത്. ഈ 3 ആൻസറിനും കൂടി ഇതിന് ഇതെല്ലാം നമുക്ക് എല്ലാം ക്വസ്റ്റ്യൻ ആയല്ലേ. ഇതിന്റെ എല്ലാ ആൻസർ നമ്മൾ ഈ 2 എണ്ണത്തിന്റെ ഡിഡ് ചേർത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് യെസ് ഓർ നോ പറഞ്ഞ് നിർത്താം. യെസ് ഐ സോ ഹിം എന്നോ, ഡിഡ് ചേർത്ത യെസ് ആണെങ്കിൽ ഈ സി സോ ആകും. യെസ് ഐ സോ ഹിം എന്നോ, ഇല്ലെങ്കിൽ നോ ഐ ഡിഡിന്റ് സീ ഹിം എന്നോ പറയാം. അല്ലെ ഡിഡ് ഹി സേ ഹി വുഡ് കം, അവൻ വരുമെന്നാണോ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അവൻ ഏത് സമയത്ത് വരുമെന്നാണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്നതിന് ഇത് നെഗറ്റീവ് ആൻസർ പറയുന്നതാണ്. ഹി സെഡ് ഹി വുഡിന്റ് കം, അവൻ വരില്ലെന്നാണ് പറഞ്ഞത്. അവൻ വരില്ലെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് നമുക്ക് ഈ ക്വസ്റ്റ്യന് ആൻസർ പറയാം അല്ലേ. ഇത് നമ്മളിപ്പോ പഠിച്ചത്, ഇത് പുതിയതായിട്ട് നേരത്തെ നമ്മൾ പഠിച്ചത് തന്നെയായിരുന്നു. പക്ഷെ ഇത് പുതിയതായി ഇന്ന് നമ്മൾ പഠിച്ചത് വുഡ് കം. വുഡ് കം എന്ന് പറഞ്ഞാല് വുഡ് കം വരുമെന്നാണോ പറഞ്ഞത്, അതുപോലെ ഏത് സമയത്ത് വരുമെന്നാണ് പറഞ്ഞത്. അന്നേരം വുഡിന്റ് കം, വരില്ലെന്നാണ് പറഞ്ഞത്. വുഡിന്റ് കം. ഇത് ഒന്ന് ശ്രദ്ധിച്ച് വെച്ച് ഇങ്ങനെ ചേർത്ത് ഒന്ന് സംസാരിക്കുവാൻ ശ്രമിക്കുക. ഓക്കെ. ഈ പറഞ്ഞ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല, ഈ കാര്യം മാത്രമേ ഉള്ളൂ. ഒന്ന് സംസാരിച്ച് നോക്കുക. ഏതെങ്കിലും രീതിയിൽ സംശയം തോന്നുകയാണെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിച്ചില്ല എങ്കിൽ മനസ്സിലാകാതെ പോയ ഭാഗം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ വീണ്ടും പറയുകയാണ്, ഇത് ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ചാനൽ കാണുവാൻ തുടങ്ങുക. അതുപോലെ തന്നെ ഈ ക്ലാസ് ഇഷ്ടമാകുകയാണ് എങ്കിൽ, എന്തെങ്കിലും പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ just don't forget to like it also. Okay, see you in the next class. Till then, bye.